അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സമാധാനവും പാരസ്പര്യ സ്നേഹങ്ങളും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുമ്പോഴേ യഥാർത്ഥ ലോകക്രമം സാധ്യമാകുകയുള്ളൂ. ലോകം എത്ര പുരോഗതി പ്രാപിക്കുമ്പോഴും അസമാധാനവും അശാന്തിയും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്ത്, ഒരു രാജ്യത്ത് പുരോഗതി ഉണ്ടാകുകയില്ല എന്നത് തീർച്ചയാണ്. ഒരു രാഷ്ട്രത്തിൽ അസമാധാനം ഒരിക്കലും സ്വസ്ഥത സൃഷ്ടിക്കുകയില്ല എന്നത് നമുക്ക് മനസ്സിലാക്കാം. സമാധാനത്തിൻ്റെ സംസ്ഥാപനം സാധ്യമാക്കുക എന്നതാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളംബരം ചെയ്യുന്ന അവിടുത്തെ സന്ദേശങ്ങളിൽ, ദർശനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുക. ഒരു മുസ്ലിം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിചയപ്പെടുത്തുന്നത് ഇസ്ലാമിനെ അനുസരിച്ച് ജീവിക്കുന്നവൻ ആരാണ്? അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ യദിഹി വലിസാനിഹി. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനങ്ങളും, അത് ഏതു മതക്കാരാകട്ടെ, എല്ലാ വിഭാഗം ആളുകളും, മനുഷ്യരും അവൻ്റെ അക്രമങ്ങളിൽ നിന്ന്, അവൻ്റെ എതിർത്ത വാക്കുകളിൽ നിന്ന്, അവൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു നിൽക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിം ആകുക എന്നത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ അവിടെ സമാധാനവും സൗഹൃദങ്ങളും സന്തോഷങ്ങളും നിലനിൽക്കുമെന്നത് തീർച്ചയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നു, വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു വല്ലാഹി ലാ യുഅ്മിനു. 3 പ്രാവശ്യം അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. സത്യത്തിൻ്റെ ആവർത്തനം പറയാനിരിക്കുന്ന വിഷയത്തിൻ്റെ ഗൗരവത്തിലേക്കാണ് സൂചിപ്പിക്കുന്നത്. ഹത്താ യഅ്മന ജാറുഹു ബവാഇഖുഹു. എന്താ ഓർമ്മപ്പെടുത്തിയത്? 3 പ്രാവശ്യം ആണയിട്ടു പറഞ്ഞ്, ലാ യുഅ്മിനു, നിങ്ങളിൽ നിന്നൊരാളും പൂർണ്ണ വിശ്വാസിയാകുകയില്ല, വിശ്വാസം പൂർണ്ണതയിലെത്തുകയില്ല. ഹത്താ യഅ്മന ജാറുഹു ബവാഇഖുഹു. അവൻ്റെ അയൽവാസികൾ അവൻ്റെ മർദ്ദനങ്ങളിൽ നിന്ന്, അവൻ്റെ എതിർപ്പുകളിൽ നിന്ന്, അവൻ്റെ അസ്പൃശ്യതകളിൽ നിന്ന് നിർഭയനായി ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, ഏത് രാഷ്ട്രങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും അവരുടെ വരുമാനത്തിൻ്റെ, ഓരോ രാജ്യവും അവരുടെ വരുമാനത്തിൻ്റെ ഏറിയ പങ്കും ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷണത്തിന് വേണ്ടിയാണ്. പാരസ്പര്യവും സ്നേഹവും സൗഹൃദവും രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഒരിക്കലും ഈ ഒരു അവസ്ഥ രാഷ്ട്രങ്ങൾക്ക് സംവിധാനിക്കേണ്ടതില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇവിടെ അയൽവാസി എന്ന് പറയുന്നതിൽ അയൽ പക്കക്കാരനും അയൽ ദേശക്കാരും അതുപോലെ തന്നെ അയൽ രാജ്യവും എന്ന വിശാലമായ ഒരു കാഴ്ചപ്പാട് കടന്നു വരുമ്പോൾ, ഇത് ലോകത്ത് മറ്റ് അയൽവാസികൾ നിർഭയനാകുന്നത് വരെ നിങ്ങൾ പൂർണ്ണ വിശ്വാസിയില്ല എന്ന് പറയുമ്പോൾ, ഈ അയൽപക്ക സൗഹൃദ ജീവിതം സാധ്യമാകുകയാണെങ്കിൽ തീർച്ചയായും ഈ രാജ്യത്ത് അസമാധാനങ്ങൾ ഉണ്ടാകില്ല, അക്രമങ്ങൾ ഉണ്ടാകുകയില്ല, ഒരിക്കലും രാഷ്ട്രം കലുഷിതമായൊരു സാഹചര്യത്തിലൂടെ പോകേണ്ടി വരികയില്ല എന്ന് നമുക്ക് അറിയാം. ഇന്ന് പശ്ചിമേഷ്യ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പാവപ്പെട്ട നിരപരാധികളായ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും മനുഷ്യജന്മങ്ങളെയും കൊന്നൊടുക്കി അരിശം തീരാത്തവർ, മതി തീരാത്ത അവരിന്ന് ലബനാനിന് നേരെ അവരുടെ അക്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഘട്ടനങ്ങളും അസ്വസ്ഥതകളും സംഘർഷഭരിതമായ സാഹചര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ ഈ ഒരു സ്നേഹ സന്ദേശത്തിൻ്റെ, പാരസ്പര്യത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ ഉണ്ടാകുകയില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. അതുപോലെ തന്നെ ഇസ്ലാമിനെ തീവ്രവാദത്തിൻ്റെ ആലയിൽ കെട്ടാൻ മെനക്കെട്ടുകൊണ്ടിരിക്കുന്നവർ, കുൽസിത ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർ എന്ന് നമുക്ക് അറിയാം. ഇസ്ലാമിൻ്റെ ആശയ സമ്പുഷ്ടതയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാത്തവർ, ഇസ്ലാമിനെ മറ്റു പഴി പറഞ്ഞുകൊണ്ട് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തുവാനുള്ള, പരാജയപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ, സഹോദരങ്ങളെ, നമുക്കറിയാം, ഇസ്ലാമിനു മേൽ തീവ്രവാദത്തെ ആരോപിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇസ്ലാം മതസംഘർഷത്തിൻ്റെതല്ല, മതസഹിഷ്ണുതയുടേതാണ് എന്ന് ഇസ്ലാമിക പാഠങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദ്വൻ ബിഗൈരി ഇൽമിൻ. സൂറത്തുൽ അൻആമിൽ കാണാം,
നിങ്ങൾ ഒരിക്കലും വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, മുഅ്മിനീങ്ങളോട് വിശ്വാസികളോട് ഖുർആൻ നടത്തുന്ന പ്രസ്താവം, നിങ്ങൾ ഒരിക്കലും തന്നെ അല്ലാഹു അല്ലാതെ ഈ ലോകത്ത് ആരാധിക്കപ്പെടുന്ന മറ്റു മതങ്ങളുടെ ദൈവിക സങ്കല്പങ്ങളെ അധിക്ഷേപിച്ചു പോകരുത്, നിങ്ങൾ ചീത്ത വിളിച്ചു പോകരുത്, നിസാരപ്പെടുത്തി പോകരുത്. കാരണം അത് അവര് അതിൻ്റെ യഥാർത്ഥങ്ങൾ അറിയാതെ അവിടെ പരസ്പരം തിരിച്ചുമുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുകയും അത് മതസംഘടനകളിലേക്ക് വഴിവെക്കുമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഒരു സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീവ്രവാദമായി ആരോപിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ലോകത്തിന് മുന്നിൽ വെക്കാനുള്ള സഹിഷ്ണുതയുടെ, സ്നേഹത്തിൻ്റെ, വിട്ടുവീഴ്ചയുടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശങ്ങളെയാണ്. മക്കം ഫത്ഹ് ലോക ചരിത്രത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന പ്രോജ്വലമായ ഒരു അധ്യായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അവിടുത്തെ അനുയായികളെയും പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്ത് ഈ ഒരു മതത്തിൻ്റെ പേരിൽ, പ്രസ്ഥാനത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രയാസങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ തൻ്റെ അനുയായികളെ പലപ്പോഴും അവർ ആക്രമിക്കുകയും വധിക്കുകയും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കയ്പ് അനുഭവങ്ങൾ അനുഭവിച്ചു വന്ന് അവസാനം സ്വന്തം രാജ്യം, പിറന്ന നാട് തന്നെ വിട്ട് മദീനയിലേക്ക് യാത്ര പോവുകയും വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ പരിസമാപ്തി ഒരു വിജയത്തിൻ്റെ മക്കം ഫത്ഹ് വിജയിക്കുകയാണ്, മക്കം ഫത്ഹ് സാധ്യമാകുകയാണ്. മക്കയുടെ വിജയാഘോഷത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മക്കയിലേക്ക് വരുമ്പോൾ അവിടെയുള്ള ശത്രു സമൂഹം ഇന്ന് ഭയവിഹ്വലരാണ്. ഇന്ന് മുഹമ്മദിന്റെ കയ്യിലാണ് കാര്യങ്ങളുള്ളത്. മുഹമ്മദിന് എന്തും തീരുമാനിക്കാം. അവർക്കെതിരെ നടത്തിയ അക്രമങ്ങൾക്കിന്ന് മുഹമ്മദിന് പ്രതികാരം ചെയ്യാനുള്ള അവസരമാണ് എന്ന് എല്ലാവരും പേടിച്ച് വിറച്ചിരിക്കുന്ന ഒരു സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം വരുന്നത്, വലാ തസ്രീബ അലൈക്കുമുൽ യൗം ഇദ്ഹബു വഅൻതും തുലഖാ, നിങ്ങൾ വലാ തസ്രീബ അലൈക്കും അൽ യൗം, ഇന്ന് നിങ്ങളുടെ മേൽ ഒരിക്കലും പ്രതികാരമില്ല, പ്രതികാര നടപടികളില്ല, ഒരിക്കലും പകരം വീട്ടലുകളില്ല, നിങ്ങൾ പേടിച്ചിരിക്കേണ്ടതില്ല. ഇദ്ഹബു വഅൻതും തുലഖാ, നിങ്ങൾ ധൈര്യമായി നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോകുക, നിങ്ങൾ ഇന്ന് സ്വതന്ത്രരാണ്, നിങ്ങളെ വെറുതെ വിടുന്നു, നിങ്ങൾക്ക് മേൽ പ്രതികാര നടപടികളില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ആക്രമിച്ച് തൻ്റെ അനുയായികളെ പ്രയാസപ്പെടുത്തി ശുഅബ് അബി ത്വാലിബിൻ്റെ വലഞ്ചെരുവിൽ അന്നം മുടക്കിയിട്ട് പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയും അനുയായികളെയും പ്രയാസപ്പെടുത്തിയ, ഉപരോധം ഏർപ്പെടുത്തി കഷ്ടപ്പെടുത്തിയ ശത്രുക്കളെ മുന്നിൽ തൻ്റെ കാൽ കീഴിൽ കിട്ടിയിട്ട് പോലും ഒന്നും നോവിക്കാതെ, ഒന്നും ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതെ, എതിരിടാതെ വിട്ടുവീഴ്ചയുടെ കാഴ്ച ഒരുക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് മക്കം ഫത്ഹ്, ആ വിട്ടുവീഴ്ചയുടെ അധ്യായം ഇന്ന് ലോകത്ത് നിലനിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, അതുപോലെ അതിൻ്റെ വിശുദ്ധ ഇസ്ലാമിനെ തീവ്രവാദത്തിൻ്റെയും വർഗീയതയുടെയും മതസംഘർഷത്തിൻ്റെയും മതമായി ഇസമായി ഇന്ന് പലരും പറയാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ ഈ ഒരു സന്ദേശങ്ങളെ, വിട്ടുവീഴ്ചയുടെ, സ്നേഹത്തിൻ്റെ, സൗഹൃദത്തിൻ്റെ, സമാധാനത്തിൻ്റെ ഈ സന്ദേശങ്ങളെ ഉൾക്കൊണ്ടിരുന്നുവെങ്കിൽ എന്ന് നമുക്ക് ആശിച്ചുകൊണ്ട് വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.